ഇന്ത്യൻ സിനിമയിൽ നിരവധി സൂപ്പർ സ്റ്റാറുകളുണ്ട്. എന്നാൽ 60 വയസ്സ് പിന്നിട്ടിട്ടും മെഗാഹിറ്റുകൾ സമ്മാനിക്കുന്ന ചുരുക്കം ചിലർ നടന്മാർ മാത്രമേയുള്ളൂ. ഹിന്ദി സിനിമയിലും അത്തരത്തിൽ നിരവധി സൂപ്പർ സ്റ്റാറുകളുണ്ട്. എന്നാൽ ഇൻഡസ്ട്രി ഹിറ്റുകളൊന്നും എപ്പോഴും ലഭിക്കുന്നുണ്ടെന്ന് പറയാനും കഴിയില്ല. പറഞ്ഞുവരുന്നത് ഒരു പ്രമുഖ മലയാള നടനെക്കുറിച്ചാണ്. 5 തവണ ദേശീയ അവാർഡുകൾ ഈ നടൻ സ്വന്തമാക്കി. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിന്റെ കരിയറിൽ 9 തവണയാണ് സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചത്. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷണും പത്മശ്രീയും നൽകി ആദരിച്ചു. 64 വയസ്സിലും താരമൂല്യത്തിൽ മോഹൻലാൽ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രതിഫലത്തിന്റെ കാര്യത്തിലും മോഹൻലാൽ വളരെ മുൻപിലാണ്. ഒരു മലയാള സിനിമയ്ക്കായി മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലം 4 കോടിക്കും 5-നും ഇടയിലാണ്. മലയാള സിനിമയ്ക്ക് കോടി ക്ലബ്ബുകൾ പലതും ആദ്യമായി സമ്മാനിക്കുന്നത് മോഹൻലാൽ എന്ന നടന വിസ്മയം തന്നെയാണ്. മോഹൻലാലിലൂടെയാണ് ആദ്യ 50 കോടി 100 കോടി ചിത്രങ്ങൾ പിറന്നത്. ഗായകൻ, നിർമ്മാതാവ്, സംവിധായകൻ, വിതരണക്കാരൻ എന്നീ നിലകളിലും മോഹൻലാൽ ഏറെ തിളങ്ങി. എന്നാൽ അതേസമയം 10 മുതൽ 15 മിനിറ്റ് വരെ നീളുന്ന വേഷങ്ങൾക്ക് 6 കോടി രൂപ മുതൽ 10 കോടി വരെ താരം പ്രതിഫലം വാങ്ങുന്നു, പ്രത്യേകിച്ച് അന്യഭാഷാ ചിത്രങ്ങളിൽ. മോഹൻലാലിന്റെ ആദ്യ ചിത്രം തിരനോട്ടമായിരുന്നു. എന്നാൽ ഈ ചിത്രം സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം റിലീസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് മോഹൻലാലിന്റെ ആദ്യ ചിത്രമായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണക്കാക്കുന്നത്. ഒരു വർഷം 25 ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ഇന്ത്യയിലെ ഏക നടനും മോഹൻലാൽ തന്നെയാണ്. ബോളിവുഡിലെ നിരവധി ചിത്രങ്ങളിലും താരം അഭിനയിച്ചു. രാം ഗോപാൽ വർമ്മയുടേതായിരുന്നു ആദ്യ ചിത്രം. 2002-ലാണ് ഈ ചിത്രം റിലീസ് ചെയ്തിരുന്നത്. അതേസമയം കായിക മേഖലയിലും മോഹൻലാൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് അടക്കം മോഹൻലാലിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാക്സ് ലാബ് സിനിമ എന്റർടൈൻമെന്റ് എന്ന സ്ഥാപനം മോഹൻലാലിന് നിലവിലുണ്ട്. തിരുവനന്തപുരത്ത് സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ വിസ്മയമാക്സും മോഹൻലാൽ ആരംഭിച്ചു. മോഹൻലാലിന് സ്വന്തമായി നിരവധി റെസ്റ്റോറന്റുകളുമുണ്ട്. ടെസ്റ്റ് ബാൻഡ്സ് എന്ന ദുബായിലെ റെസ്റ്റോറന്റ് ശൃംഖല മോഹൻലാലിന്റേതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മോഹൻലാലിനുള്ളത് 3706 കോടിയുടെ ആസ്തിയാണ്.